ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. അതായത് ബട്ടർ റൈസ്. ഇപ്പം നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കും, അതേപോലെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കും. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഈ ബട്ടർ റൈസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ബട്ടർ റൈസ്. അതും കുക്കറിൽ കൃത്യമായിട്ടുള്ള അളവിൽ എങ്ങനെയാണ് ബട്ടർ റൈസ് തയ്യാറാക്കാന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ നെയ്ച്ചോറിലൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ പ്ലെയിൻ റൈസ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ബട്ടർ റൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. ഒരു ഹെൽത്തിയാണ്, അതേപോലെ തന്നെ റിച്ച് ഫുഡുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബട്ടർ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. പിന്നെ ഒരു കാര്യം, പല ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, ബട്ടർ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ്, അതായത് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് ഉതിർത്ത് വെച്ചിട്ട് ഇപ്പം ഒരു വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചതാണിത്. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഞാൻ ബട്ടർ റൈസ് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ അരി നിങ്ങൾ റെഡിയാക്കി വെക്കുക, എന്നിട്ട് മാത്രം റൈസ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബട്ടർ റൈസ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബട്ടറിൻ്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, പിന്നെ 2 ഏലക്കായി, 3 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സ്പൈസസ് ഒക്കെ മൂത്ത ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ നന്നായിട്ട് വഴറ്റണം. ബട്ടറിൻ്റെ മണമൊക്കെ നന്നായിട്ട് റൈസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരി അല്ലെങ്കിൽ കൈമ അരിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് ചൂടുവെള്ളം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടക്കണം. വിസിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. വിസിൽ ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ 1 വിസിൽ കേട്ടപാടെ നമുക്ക് ഇത് ഓഫാക്കണം. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി 20 മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണിത്. നല്ല അടിപൊളി റൈസായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. 1 വിസിൽ വരുമ്പം തന്നെ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബട്ടർ റൈസ് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തതിന്. ഇത് നിർബന്ധമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്, അതേസമയം വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.